എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്. നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പവർ മെഷീൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു റിങ് ഉണ്ട്. ഇതിൽ 0 മുതൽ 5 വരെ ഓരോ പോയിൻ്റ് ഉണ്ട്. അത് നമ്മൾ സാധാരണ മെഷീനിലുള്ള പോലെ തന്നെയാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണതനുസരിച്ച് 0 എന്ന് പറയുമ്പോൾ നീഡിൽ സെയിം പോയിന്റിൽ പ്രിക്ക് ചെയ്തുകൊണ്ടിരിക്കും. 1 2 3 4 5 ഇങ്ങനെ ഓരോ പോയിൻ്റ് അളവ് കൂടുന്നതിനനുസരിച്ച് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂടി വരും. ഇപ്പോൾ 2 സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടുത്തടുത്ത കാണികൾ വരും. മുകളിലേക്ക് 5 വരെ വരുമ്പോഴേക്കും സ്റ്റിച്ചിൻ്റെ കാണിയുടെ അകലം കൂടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാർ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചെടുക്കാനൊക്കെ പറ്റും. സാധാരണ മെഷീനിലേക്ക് ഒരു അല്പം കൂടി ടൈറ്റ് ആയിരിക്കും ഈ ബാർ. ഒരല്പം കൂടി തിരിക്കാനൊക്കെ അത്രയും ഈസിയല്ല. ഇത്തിരി ഫോഴ്സ് ചെയ്താലാണ് നമുക്കിതങ്ങ് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഒരു ഇത് കാണുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള മെഷീനിലൊക്കെ ഓരോ സെറ്റിങ്സ് ഇല്ല, അതുപോലെ തന്നെ ഇതിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ബാർ ഇത്. അപ്പോൾ ഇതെങ്ങനെ വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താഴേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നീഡിൽ പുറകിലേക്ക് സ്റ്റിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സ്റ്റിച്ച് പുറകിലേക്ക് പോയി തുടങ്ങും. അപ്പോൾ നമ്മൾ എത്ര വരെ നമുക്ക് അങ്ങനെ ബാക്ക് സ്റ്റിച്ച് വേണോ അതിന് ശേഷം റിലീസ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നും സ്റ്റിച്ചിങ് അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റിച്ചൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും, കാണിയൊന്നും വിട്ടുപോകില്ല. അപ്പോൾ ഇനി തയ്ക്കുമ്പോൾ നിങ്ങൾ പവർ മെഷീൻ ആയാലും ഏത് മെഷീൻ യൂസ് ചെയ്യുമ്പോഴായാലും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്റ്റിച്ചിങ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്